Hi friends, welcome back to our class. Okay, see, അപ്പോൾ നോക്കട്ടെ നമ്മൾ the giving tree എന്ന് പറയുന്ന പാഠം actually we learned, we discussed the question answers, we discussed the grammar part, everything. അല്ലേ? So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ എന്താ പറയുക ഒരു റിവൈസിങ് പോലെ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റോറി ശരിക്കും അറിഞ്ഞാൽ എന്തുള്ളൂ, നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഡിസ്കോഴ്സസ് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? ഇവിടെ നോക്കുക, നിങ്ങൾക്കൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊരു മാച്ച് ദ ഫോളോവിങ് അല്ല, ട്രൂ ഓർ ഫോൾസ്. അല്ലേ? ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് എന്തിനാണ് തരുന്നത്? എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കും. അല്ലേ? നമ്മളെ സംബന്ധിച്ച് എന്താണ്, വായിക്കുന്ന സമയം നമുക്ക് തോന്നും, അയ്യോ ഇത് എന്താണ്, ഇത് ശരിയായെന്നോ, ഭയങ്കരമായിട്ട് എന്തോ നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷെ എവിടെയോ എന്തുണ്ടാകും, ഒരു കുഞ്ഞു മിസ്റ്റേക്ക് അതിലുണ്ടാകും. അങ്ങനെയാണ് എന്തുണ്ടാകുക, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കും, ഓ ഈസി അല്ലേ. പക്ഷേ വലിയ വലിയ എക്സാമിനൊക്കെ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരേ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരേപോലെ നമുക്ക് എല്ലാം ഫീൽ ചെയ്യും. പക്ഷേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ കോണ്ടന്റ് നമ്മൾ അത്ര എന്തായിരിക്കണം, തറുവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോണ്ടന്റ് പഠിക്കണം. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉത്തരം എഴുതാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയ നമുക്ക് ഈ ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യും, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ നിങ്ങൾ, വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ? ദ ട്രീ ലവ്ഡ് ദ യങ് ഗേൾ. ആക്ച്വലി ദ ട്രീ ലവ്ഡ് ദ യങ് ഗേൾ. നമ്മളിങ്ങനെ എക്സാമിൻ്റെ സമയത്ത് സ്പീഡിൽ വായിച്ചിട്ട് പോവാണ്. സ്പീഡിൽ നമ്മളിത് വായിച്ചിട്ട് പോകുന്ന സമയത്ത് നമ്മളിത് നോക്കോ, നമ്മൾ പെട്ടെന്ന് ഗേള് പോയി നമ്മളെ മനസ്സിൽ വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ടിക്ക് അങ്ങോട്ട് പോലെ. പക്ഷെ വി നോ ദാറ്റ് ദിസ് ഇസ് റോങ്. ഇതെന്താണ്, ഇറ്റ്സ് റോങ്. കാരണം എ ഗേൾ ഇസ് നോട്ട് ദേർ ഇൻ ദ ചാപ്റ്റർ. നമ്മളെ പാഠത്തിൽ ഒരു ഗേൾ ഇല്ല, ഗേൾ ഇസ് നോട്ട് ദേർ. നൗ ദ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദ ട്രീ ഓഫേർഡ് മാംഗോസ് ടു ദ ബോയ്. നമ്മുടെ ട്രീ എന്ത് ചെയ്തു, മാംഗോസ് ഓഫർ ചെയ്തിട്ടുണ്ടോ? നോ, ട്രീസ് എന്ത് ചെയ്തിട്ടില്ല, മാംഗോ ഓഫർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വൺ, ദ ബോയ് യൂസ്ഡ് ടു സ്ലീപ്പ് അണ്ടർ ദ ട്രീ. When the boy got tired after playing, the boy he used to sleep under the tree. കളിച്ച് ക്ഷീണായ സമയത്ത് നമ്മുടെ മരത്തിന്റെ താഴെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അവൻ വന്ന് കിടക്കാറുണ്ടായിരുന്നു, കിടന്നുറങ്ങാറുണ്ടായിരുന്നു. അത് നമുക്കറിയാം, നമ്മളെ പാഠത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. The boy he used to sleep under the tree. അവൻ എന്താണ്, മരത്തിന്റെ താഴെ കിടക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലേ? അടുത്ത് നോക്കുക നിങ്ങൾ, the tree was unhappy to see the old man. നമ്മുടെ ട്രീ, നമ്മുടെ മരം എന്താണ്, was unhappy. എന്താണ്, നമ്മുടെ ഓൾഡ് മാനെ കണ്ട സമയത്ത് വളരെ സന്തോഷമായിരുന്നു എന്നാ പറഞ്ഞത്. സന്തോഷമായിട്ട് എന്ത് ചെയ്തു, he shook his branches എന്നാ പറഞ്ഞത്. അല്ലേ? കൊമ്പുകളൊക്കെ എന്ത് ചെയ്ത് ഇങ്ങനെ കൊടഞ്ഞു എന്നാ പറയുന്നത്. അല്ലെ? ഇങ്ങനെ തലയ്ക്ക് കുലുക്കി എന്നാ പറയുന്നത്. So the tree was very happy when he saw the man, like when he saw the old man. Now the last one, the tree was left only with the stump. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് ഇവിടെ ചോദിക്കും, നമുക്കറിയാം അതിൻ്റെ എന്ത് പോയി, അതിൻ്റെ ലീവ്സ് പോയി, ഫ്രൂട്ട്സ് പോയി, അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ we know that അവസാനം ബ്രാഞ്ചസും സ്റ്റെം ഒക്കെ പോയിട്ട് അവസാനം എന്താണ്, ആ ഒരു 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 ബേസ് മാത്രമാണ് എന്ത് പിന്നെ ബാക്കിയായത്. അല്ലേ? ആ ഒരു ട്രീൻ്റെ ബേസും റൂട്ടും മാത്രമാണ് എന്തുള്ളത്, ബാക്കിയായത്. അപ്പം അവിടെയാണ് എന്ത് ഈ വന്നിട്ട് പിന്നെ ഇരുന്നത്. അപ്പം നോക്ക്, സ്റ്റെം മാത്രമാണ് എന്ത് ചെയ്തതോ, ബാക്കിയായത്. നോക്ക്, ദ ട്രീ വാസ് ലെഫ്റ്റ് ഓൺലി വിത്ത് ദ സ്റ്റെം. അല്ലേ? അപ്പം എന്താണ്, ദിസ് ഈസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? ദ ലാസ്റ്റ് വൺ, ഈസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? വി നോ ദാറ്റ് ഇറ്റ്സ് ട്രൂ. അല്ലേ? ഇറ്റ് ഈസ് ട്രൂ. അവസാനം ഈ ഒരു ഭാഗം മാത്രമേ എന്തുള്ളൂ, ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് ശരിക്കും നിങ്ങൾ പഠിക്കാം. ഓരോ വരിയും എന്താണ്, നമുക്ക് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ എന്തുള്ളൂ, നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഡിസ്കോഴ്സസ് വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് ചാപ്റ്റർ ശരിക്കും അറിയൂല. അങ്ങനെയാകുമ്പോൾ എന്താണ്, നമ്മുടെ ഡിസ്കോഴ്സസും എന്തല്ലാതെ പോവും, നമ്മളത് ക്ലിയർ അല്ലാതെ പോവും. ഓക്കെ, നമ്മുടെ ഉത്തരം ക്ലാരിറ്റി ഇല്ലാതെ പോവും. അപ്പം നമുക്ക് A+ കാര്യമൊന്നും കിട്ടൂല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, യു ഗൈസ് ഷുഡ് ബി നോട്ടഡ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. ഓക്കെ, സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.